ഇന്ത്യൻ 2 കണ്ടു. ന്യൂ ജനറേഷന്റെ പൾസറിഞ്ഞ് തന്നെയാണ് ശങ്കർ ഇന്ത്യൻ 2 ഒരുക്കിയത്, അതിൽ സംശയമില്ല. കാരണം ഇതിലെ ഒരു മെയിൻ കഥാപാത്രമായി വന്ന സിദ്ധാർത്ഥും ബാക്കി വാലുകളും യൂട്യൂബേഴ്സ് ആണ് ഗൈസ്. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ഈ 4-5 യുവജനങ്ങൾ യൂട്യൂബിലൂടെ പൊരുതുകയാണ്. എവിടെ നോക്കിയാലും അഴിമതി, അക്രമം. അതുകൊണ്ട് യൂട്യൂബ് ചാനലിനും വെച്ചടി കയറ്റമാണ്. മില്യൺ വ്യൂസ് ആണ് കിട്ടുന്നത്. വ്യൂസ് ഇങ്ങനെ കയറുന്നത് കണ്ട് സാമൂഹിക പ്രതിബദ്ധത തലക്കി പിടിച്ച ഈ ഇൻഫ്ലുവൻസേഴ്സിന് ഒരു ദിവസം ചെറിയൊരു പണി കിട്ടുന്നു. ഒരു അതിക്രമത്തിനെതിരെ സമരം ചെയ്തതിന് പോലീസ് പിടിച്ചകത്തിടുന്നു. നമ്മുടെ ചില യൂട്യൂബേഴ്സ് ആയിരുന്നേ പോലീസ് ഞങ്ങളെ പിടിച്ചു ഗൈസ് എന്നും പറഞ്ഞ് ഇതും വീഡിയോസ് ആക്കിയേനെ. പക്ഷേ ഇവർ നല്ലവരായതുകൊണ്ട് അത് ചെയ്തില്ല. പുറത്തു വന്ന് ഇവർക്ക് തോന്നുന്നു ഇവിടെ കാര്യങ്ങളൊന്നും ശരിയല്ല, സിസ്റ്റം ശരിയല്ല, ഇതൊക്കെ ശരിയാക്കാൻ ഒരാൾ വരണം. ആര് വരും? ഭയങ്കര ചർച്ച. അവസാനം ഈ ബുദ്ധിമാന്മാരിൽ ഏറ്റവും ബുദ്ധി കൂടിയ സിദ്ധാർത്ഥിന്റെ കഥാപാത്രം പ്രഖ്യാപിക്കും, നമുക്ക് ഇന്ത്യൻ താത്തയെ ഇറക്കാം. ഇന്ത്യൻ താത്തയോ? അത് 10-20 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയല്ലേ മണ്ട എന്ന് കൂട്ടുകാർ തിരിച്ചു ചോദിക്കില്ല. കാരണം ഈ സിനിമ നടക്കുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിലാണ്. LCU പോലെ വേറൊരു യൂണിവേഴ്സ്. അവിടെ ഇന്ത്യൻ എന്ന സേനാപതി ശരിക്കുമുള്ളതാണ്. അപ്പൊ ഈ ബുദ്ധി കൂടിയവന്മാർ വേറൊരു ചോദ്യം ചോദിക്കണ്ടേ? മൂപ്പർ ഒരിക്കൽ വന്ന് കുറെ പേരെ കൊന്നുപോയതല്ലേ, എന്നിട്ട് എന്ത് മലമുറക്കിലാണ് ഇവിടെ ഉണ്ടായത്? മൂപ്പരെ കൊണ്ടൊന്നും ഒന്നും നടക്കില്ല. പക്ഷെ അങ്ങനെ അവർ പറയില്ല. പകരം അവർ ചോദിക്കും, നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? മൂപ്പർ അന്നേ താത്തയായിരുന്നില്ലേ, ഇപ്പൊ വടിയായി കാണില്ലേ എന്ന്. അപ്പൊ അതിന് വളരെ ലോജിക്കലായി സിദ്ധാർത്ഥിന്റെ കഥാപാത്രം ഇങ്ങനെ പറയും, എന്റെ ഇൻഡ്യൂഷൻ അനുസരിച്ച് ഇന്ത്യൻ താത്ത വരും, ഇവിടെയൊക്കെ ശരിയാക്കും എന്ന്. ഇൻഡ്യൂഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, എന്തായാലും വരും. എന്നാ പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങി താത്തയെ കൊണ്ടുവരാമെന്ന് മറ്റേ മണ്ടന്മാർ. അങ്ങനെ ഈ ഇൻഡ്യൂഷന്റെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ കംബാക്ക് ഇന്ത്യൻ എന്ന ഹാഷ്ടാഗ് ഇട്ട് അത് ഇന്ത്യക്കാർ മൊത്തം ഏറ്റെടുത്ത് ഒരു സംഭവമായി മാറുന്നു. ഏതോ ഒരുത്തന്റെ ഇൻഡ്യൂഷൻ കേട്ട് മണ്ടത്തരം കാണിക്കാൻ റെഡി ആയിരിക്കുന്ന ഇന്ത്യക്കാരെ കുറിച്ചാണ് ഓർക്കുന്നത്. എന്നാൽ അതല്ല തമാശ. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഹാഷ്ടാഗ് വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് ഇന്ത്യക്ക് പുറത്ത് കാത്തിരിക്കുന്ന വേറൊരാളുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഇന്ത്യൻ 2 അഥവാ സേനാപതി. ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് വേണം അത്രയിടം വരെ ഒന്ന് പോയി വീണ്ടും കുറെ പേരെ കൊന്ന് ഇന്ത്യയെ ശുദ്ധം ചെയ്യാൻ എന്ന വീർപ്പുമുട്ടലിൽ കഴിയുന്ന സേനാപതി ഇത് കണ്ടതും വെച്ച് പിടിപ്പിക്കുന്നു ഇന്ത്യയിലേക്ക്. തന്റെ അടുക്കൽ മർമ്മം പഠിക്കാമെന്ന കുട്ടികൾക്ക് 2 ആഴ്ച ലീവും പറഞ്ഞ് ഇവിടുന്ന് ഒരു കള്ള പാസ്പോർട്ടും വിസയും തയ്യാറാക്കി മുഖത്തിന്റെ ഷേപ്പ് അപ്പാടെ മാറ്റി നല്ലവനായ സേനാപതി എയർപോർട്ട് ഉദ്യോഗസ്ഥരെ വെറും ഊശിയാക്കി അങ്ങനെ മാസായി വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഒരു പറ്റം സൈന്യവും ഒരു ശുപ്പാണ്ടി പോലീസുകാരനും ഇന്ത്യനെ വളയും. ഈ ശുപ്പാണ്ടി പോലീസുകാരൻ സിനിമയിലെ ഒരു മെയിൻ ആളാണ്. അയാൾ എങ്ങനെയാണ് ശുപ്പാണ്ടി ആകുന്നതെന്ന് വഴിയെ പറയാം. പതിവ് പോലെ സൈന്യത്തെയും പോലീസിനെയും ഊശിയാക്കി ഇന്ത്യൻ രക്ഷപ്പെടും. അതെങ്ങനെയെന്നല്ലേ വലിയ സംഭവമാണ് പറയാം. വേണമെങ്കിൽ ഈ തോക്ക് പിടിച്ചോ എന്ന രീതിയിൽ നിൽക്കുന്ന ശുപ്പാണ്ടി പോലീസുകാരന്റെ തോക്കും തട്ടിപ്പറിച്ച് മൂപ്പർ സിമ്പിളായി പോലീസുകാരന്റെ അച്ഛനെയും കൊണ്ട് രക്ഷപ്പെടും. ഇത്രയും വലിയ ക്രിമിനലിനെ പിടിക്കുന്നതിനിടയ്ക്ക് പോലീസുകാരന്റെ വയസ്സായ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്നാണോ? മൂപ്പര് മകന്റെ കെയർ ഓഫിൽ പഴയ കണക്ക് തീർക്കാൻ വന്നതാണ്. രക്ഷപ്പെട്ട് കഴിഞ്ഞ് ഇന്ത്യൻ ഫേസ്ബുക്ക് ലൈവിൽ വരും. സംഭവം 100 അല്ലെങ്കിൽ 110, 120 വയസ്സൊക്കെ കാണുമെങ്കിലും താത്ത അപ് ടു ഡേറ്റ് ആണ്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ ഇതൊക്കെ മൂപ്പർക്ക് പച്ചവെള്ളം പോലെ അറിയാം. മർമ്മം പഠിപ്പിക്കുന്നതിന്റെ ഇടവേളകളിൽ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ കംബാക്ക് ഇന്ത്യൻ ഹാഷ്ടാഗ് ഒക്കെ കണ്ണിൽപ്പെട്ടത്. മൂപ്പർ ലൈവിൽ വന്ന് പറയും, നിങ്ങളുടെ വീട്ടിലെ അഴിമതിക്കാരെയൊക്കെ നിങ്ങൾ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. എനിക്ക് പറ്റുന്ന ബടാ അഴിമതിക്കാരെയൊക്കെ ഞാൻ പല രീതികളിൽ കൊന്നോളാം. ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ് എന്ന്. ഇത് കേട്ട് ഇൻസ്പയർഡ് ആയ ചെറുപ്പക്കാർ വീട്ടിലുള്ള അഴിമതിക്കാരായ അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, അമ്മാവൻ, അളിയൻ തുടങ്ങിയവരുടെ അഴിമതി പ്രവർത്തനങ്ങൾ ഒളി ക്യാമറയിൽ പിടിച്ച് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. യൂത്തിന്റെ പവർ ഇന്ത്യ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇതിനുശേഷം ബിയർ ബോട്ടിൽ പൊട്ടിച്ച് ആഹ്ലാദിക്കും. ഇന്ത്യനാകട്ടെ തന്റെ മർമ്മവേലയും പിന്നെ ചില ലൊട്ടിലൊടുക്ക് വേലയും ഉപയോഗിച്ച് എല്ലാ ബടാ അഴിമതിക്കാരെയും കൊന്നുതള്ളി സ്ലോ മോഷനിൽ മാസായി നടക്കും. പറയാതിരിക്കാൻ വയ്യ, ഇന്ത്യൻ താത്തയുടെ മർമ്മപ്രയോഗം കണ്ട് നമ്മൾ ബോറടിച്ച് ചാകും. പഴയ ഇന്ത്യയിൽ ആകെ ഒരു ടൈപ്പ് പ്രയോഗമാണെങ്കിൽ ഇത് ചറപറയാണ്. ആണിനെ പെണ്ണാക്കൽ, എന്നിട്ട് ലിപ്സ്റ്റിക്കും റൂഷും കൺമഷിയും ഇട്ട് ഒരുക്കിയെടുക്കൽ. ഇതൊക്കെ ഒരൊറ്റ കൈവെപ്പിൽ നടക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ ഇന്ത്യൻ താത്തയ്ക്ക് അതും വശമുണ്ട്. അത് മാത്രമല്ല ആളുകളെ മയക്കി കിടത്തൽ, കുതിര പോലെ ഓടിക്കൽ, തുപ്പൽ തെറിപ്പിച്ച് മരിപ്പിക്കൽ, അങ്ങനെ പല അലമ്പ് മർമ്മങ്ങളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര അൺഫെയർ ആണ് ഈ കളി. ഒന്ന് പൊരുതാനുള്ള ടൈം പോലും കൊടുക്കില്ല. ചുമ്മാ വിരൽ മടക്കി കാണിക്കുക, പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും. അതുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന കുറെ ലാഭം ശങ്കർ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ഈ മർമ്മവേല ഇല്ലായിരുന്നെങ്കിലോ ശങ്കർ എന്ത് ചെയ്തേനെ? ഇന്ത്യൻ താത്ത സൈക്കോ താത്തയായി ഓരോരോ പ്രച്ഛന്ന വേഷത്തിൽ വന്ന് ഓരോരുത്തരെ ഇങ്ങനെ മർമ്മം വെച്ച് കൊല്ലുന്നത് കണ്ട് ബോറടിച്ചിരിക്കുമ്പോഴാണ് സെന്റിമെന്റ്സിന്റെ വരവ്. അതും വേണമല്ലോ. അഴിമതിക്കാരനായ തന്റെ പിതാവിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്ന സിദ്ധാർത്ഥിന്റെ കഥാപാത്രത്തിന്റെ അമ്മ ഇതറിഞ്ഞ് ആത്മഹത്യ ചെയ്യും. ഈ അഴിമതിക്കാരനായ അച്ഛൻ കാരണം മുന്നേ 1-2 പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ അഴിമതി വിരുദ്ധത എന്ന് സിദ്ധാർത്ഥിന്റെ കഥാപാത്രം മനസ്സിലാക്കി കളയും. പിന്നെ മൂപ്പരുടെ ശത്രു മൂപ്പരെ ഇൻസ്പയർ ചെയ്ത ഇന്ത്യൻ താത്തയാകും. ഇതിനൊന്നും വയ്യെങ്കിൽ പിന്നെ എന്തിനായി പണിക്കിറങ്ങിയ ചിത്രാംഗത എന്ന് കൂട്ടുകാരും ചോദിക്കില്ല. സ്വന്തം കുടുംബത്തിന് പറ്റുമ്പോൾ കരച്ചിൽ, മറ്റുള്ളവർക്ക് പറ്റുമ്പോൾ ആദർശം, ബിയർ ബോട്ടിൽ പൊട്ടിക്കൽ, ആഹ്ലാദം, ഇതൊക്കെയാണ് ചിത്രാംഗതന്റെ ഒരു രീതി. ഗോ ബാക്ക് ഇന്ത്യൻ എന്ന് മൂപ്പർ ഹാഷ്ടാഗ് ഇടും. ഉടനെ ഒരു പണിയുമില്ലാത്ത ഇന്ത്യക്കാർ അത് ഏറ്റുപിടിക്കും. ഗോ ബാക്ക് ഇന്ത്യൻ ട്രെൻഡ് ആകും. നമ്മുടെ ഇന്ത്യൻ താത്തയെ ആളുകൾ 4 പാട് നിന്നും തുരത്തും. എന്നാലും കംബാക്ക് ഇന്ത്യനും വിശ്വസിച്ച് പെട്ടിയും കിടക്കയും എടുത്തു വന്ന ഞാനിപ്പോ ആരായി എന്ന് ഗദ്ഗത കണ്ടനായി ഇന്ത്യൻ പരക്കം പായും. അപ്പൊ നമ്മുടെ അനിരുദ്ധിന്റെ ഒരു BGM ഉണ്ട്, കരഞ്ഞു പോകും. അല്ലെങ്കിലും ഈ സിനിമയിലെ പാട്ടും BGM-ഉം ഒക്കെ നമ്മളെ കരയിപ്പിക്കും. അത്രയും മനോഹരമാണ്. നമ്മുടെ ഇന്ത്യൻ താത്ത എതിരെ വന്ന ട്രെയിനിൽ കയറി ട്രെയിൻ പുറകിലോട്ട് എടുക്കും. ഫേസ്ബുക്കിൽ ലൈവ് ഇടാൻ മാത്രമല്ല, ആണിനെ പെണ്ണാക്കാൻ മാത്രമല്ല, ആളുകളെ കുതിരയോടിപ്പിക്കാൻ മാത്രമല്ല, രാമനാഥന് ഇന്ത്യൻ താത്തയ്ക്ക് ഇതും വശമുണ്ട്.
പക്ഷെ കാര്യമില്ല, നമ്മുടെ ചുപ്പാണ്ടി പോലീസ് മർമ്മം പ്രൂഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടുവന്ന് പുല്ലിന്റെ മറവിൽ നിന്നും ചാടി വീണ് ഇന്ത്യൻ താത്തയെ പിടിക്കും. എന്നിട്ട് ഈ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലിന്റെ കയ്യിൽ വിലങ്ങ് വെക്കുന്നതിന് പകരം ഒരു പ്രഭാഷണം അങ്ങ് നടത്തിക്കളയും. ആ തക്കം നോക്കി ഇന്ത്യൻ താത്ത സ്കൂട്ടാകും. പക്ഷെ ചുപ്പാണ്ടി പോലീസ് വീണ്ടും ഇന്ത്യൻ താത്തയെ പൊക്കും. എന്നിട്ട് സ്ലോ മോഷനിൽ മർമ്മം പ്രൂഫ് ജാക്കറ്റ് ഊരും. ഈ തക്കം നോക്കി മർമ്മം താത്ത ഒരു മർമ്മം അങ്ങ് പ്രയോഗിക്കും. ചുപ്പാണ്ടി പോലീസ് ഫ്ലാറ്റ്, മർമ്മം താത്ത എസ്കേപ്പ്. അങ്ങനെ ആർക്കും വേണ്ടാത്ത ഇന്ത്യൻ താത്ത ചുപ്പാണ്ടി പോലീസിനെ കിടപ്പിലാക്കി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് സുഹൃത്തുക്കളെ. ഇതിനിടയ്ക്ക് SJ സൂര്യ കുറെ ആടയാഭരണങ്ങളൊക്കെ ധരിച്ച് തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നത് കണ്ടു. രാഹുൽ പ്രീത് ഇടയ്ക്ക് ചൂടാകുന്നതും ഇടയ്ക്ക് കരയുന്നതും കണ്ടു. ഇവരൊക്കെ എന്തിനെ എന്നത് നമുക്ക് അടുത്ത പാട്ടിൽ കാണാമെന്ന് തോന്നുന്നു. ഇന്ത്യൻ താത്തയ്ക്ക് എന്ത് സംഭവിക്കും? ചിത്രാംഗതൻ തെറ്റ് ഏറ്റുപറഞ്ഞ് ഇന്ത്യൻ താത്തയോട് മാപ്പ് പറയുമോ? ഇന്ത്യക്കാർ ഇന്ത്യൻ താത്തയുടെ മഹത്വം തിരിച്ചറിയുമോ? വീണ്ടും കംബാക്ക് ഇന്ത്യൻ ഹാഷ്ടാഗ് ഇടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ത്യൻ 3-ൽ. ഒരു കാര്യം വിട്ടുപോയി, ഇന്ത്യൻ താത്തയ്ക്ക് സീറോ ഗ്രാവിറ്റിയിൽ നടക്കാനും മർമ്മം പ്രയോഗിക്കാനും എന്തിന് തുപ്പൽ വെച്ച് എഴുതാനും വരെ അറിയാം. മൂപ്പര് FBയും യൂട്യൂബും തോണ്ടിക്കഴിഞ്ഞ് ബാക്കി വരുന്ന ടൈം ഇതും പരിശീലിച്ചിരുന്നു. രാമനാഥനപ്പോ അതും വശമുണ്ട്. അത് കഴിഞ്ഞ് മേലനങ്ങാൻ യൂണിസൈക്കിളും ഓടിക്കും. താത്തയോടാ കളി. അപ്പൊ എന്താണ് ഇന്ത്യൻ 2 സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.